കലാകാരനാണ്. നിങ്ങളെ പോലെ ഏറ്റവും വലിയ സുന്ദരനാണ് ഞാൻ. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളോട് ആദ്യമായിട്ട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, കൂവി ആരും ശബ്ദം കളയരുത്. ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ഇവിടെയുണ്ട്. ഒത്തിരി ശബ്ദം നിങ്ങൾ സേവ് ചെയ്ത് അത് കൂവി പ്രവർത്തിക്കുവാനായി നിങ്ങളെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ കർണാടകയിൽ വേറെ എങ്ങുമല്ല സുന്ദരവും സുശീലവും പ്രകൃതിരമണീയമായ ആ കൊച്ചു ഗ്രാമം. അതെ, ഈ കർണാടക ആ കൊച്ചു ഗ്രാമത്തിന്റെ പേരാണ് ജെറുസലേം. ജെറുസലേം. അതെ, തമിഴ്നാട്ടിലെ ആ കൊച്ചു ഗ്രാമം സേലം. ദൂരെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് തോന്നാം ഇതൊരു പട്ടിക്കാടാണ്. നമുക്ക് ആ ഗ്രാമത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. അടിപൊളി ഗ്രാമം, എന്തിനേറെ പറയുന്നു. ആ ഗ്രാമത്തിൽ എല്ലാവരും സന്തോഷവാന്മാരായിരുന്നു. ഇലകളും പൂക്കളും എലികളും കിളികളും പട്ടികളും പൂച്ചകളും എന്തിനേറെ പറയുന്നു. ശത്രുക്കളുടെ അസുരം നീർക്കോലി പിടിച്ച മാക്കാൻ തവള പോലും വളരെ സന്തോഷവാന്മാരായിരുന്നു. അതിനെന്താണ് കാരണം? എന്താണ് കാരണം? മറ്റൊന്നും കൊണ്ടല്ല, ഇന്നാണ് ആ സുദിനം. ഉണ്ണിയേശു പറഞ്ഞ ഡിസംബർ 25 സന്തോഷം കൊണ്ട് എല്ലാവരും ചേർന്ന് പാടി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു വനവാസത്തിൽ യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു വനവാസത്തിൽ കുളിരും പണിപാളി ഓണാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഓണാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്കറിയാം, നീ പറഞ്ഞപ്പോഴും എനിക്കൊരു ഐഡിയ ചേഞ്ച് മൈ പ്രൈസ് എന്നാണ്. എനിക്കറിയാം. ഇപ്പൊ ശരിയായി. ആരും തന്നെ കൂവരുത്. നമുക്ക് ഉണ്ണീഷ് നമുക്ക് മാറ്റിട്ട് മാറി നമുക്ക് സുലൈമാനെ സ്ക്രൂ എടുത്തോട്ടോ. സഹൃദയ കലാസ്നേഹികളെ, ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തി. ഈ കഥ കേട്ടാൽ നിങ്ങൾക്ക് തികച്ചും ഈ സാദൃശ്യം തോന്നാം. എന്നാൽ തികച്ചും ഇത് യാദൃശ്യമാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ കഥയുടെ പേര് അതാണ്. ഞങ്ങളുടെ കഥയുടെ പേര് 30 ഉണ്ണിയപ്പം. ഈ കഥ നടക്കുന്ന വേറെ എങ്ങുമല്ല. പ്രിയ സുഹൃത്തുക്കളെ, അക്കരയാണോ? ചക്കരയിലാണോ? പ്രകൃതിരമണീയമായ കേരളത്തിലെ ആ കൊച്ചുകര. ആ കൊച്ചുകരയുടെ പേരാണ് മാവേലിക്കര. ഒരു ഗ്രാമത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ ദൂരെ അന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ കിട്ടു. കുഞ്ഞിന്റെ കരച്ചിലാട്ടോ, കുഞ്ഞിന്റെ കരച്ചിൽ. നന്നായിട്ട്
അതെ, ആ കുഞ്ഞിന് നിർത്താതെയുള്ള കരച്ചിൽ. ആ രണ്ട് കുഞ്ഞുങ്ങളുടെ മനം ആർക്കും വേദനിച്ചു. മാവേലിക്കരയുടെ തെക്കൻ കിഴക്കൻ സംസ്ഥാനമായ പശ്ചിമ ജർമ്മനിയിൽ നിന്ന് പോലും രാജാക്കന്മാരെത്തി ആ കൊച്ചിനെ കരച്ചിൽ എന്നിട്ടും ആ കൊച്ചു നിർത്താതെ കരയുകയാണ്. ഈ കൊച്ചിന്റെ കരച്ചിൽ കേട്ടിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ആമിനത്താത്ത ഓടി വന്നു. ആരോ ആമിനത്താത്തയുടെ കാര്യം പറഞ്ഞു. നമ്മുടെ പിറന്ന ഇന്നത്തെ കുഞ്ഞ് ഒരുക്കത്തെ കരച്ചിലാണ്, പണ്ടാര കരച്ചിലാണ്. ആമിനത്താത്തയെ വിളിച്ചു. അപ്പോൾ ആമിനത്താത്ത ആ വാർത്ത കേട്ടു. ആമിനത്താത്ത പാടി, നമ്മുടെ ആമിനത്താത്ത നെഞ്ചു പൊട്ടിക്കൊണ്ട് ആ കുഞ്ഞിന്റെ അടുത്തോട്ട് വന്നു. കരയുന്ന കുഞ്ഞിന്റെ അണ്ണാക്കിലോട്ട് ആ ഒരാഴ്ച പഴകിയ ആ ഉണ്ണിയെ തള്ളിക്കയറ്റി. അത്ഭുതം 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 എന്തെന്ന് പറയട്ടെ, കുറച്ച് കരച്ചിൽ നിർത്തി. ഇത് കണ്ട മണ്ടന്മാരെ സാഹിബ് പറഞ്ഞു, ഇത് കേട്ട പല ആൾക്കാരും ചോദിച്ചു, എന്താണ് കപ്പേലിസിത്തെ? ആർക്കും അറിയില്ല. കൂടുതലെങ്കിലും പറയുന്നു. ഇത് കേട്ട ആമിനത്താത്ത ആ കൊച്ചിന് പേരിട്ടു. ആ കൊച്ചിന്റെ പേരെന്താണെന്ന് അറിയണ്ടേ? ഉണ്ണി മഹാബലി തമ്പുരാൻ. അതെ, ഉണ്ണി മഹാബലി തമ്പുരാൻ. ആ തമ്പുരാന്റെ സ്നേഹത്തോടുള്ള ആ കരച്ചിൽ കേട്ട് അവർ പാടി, തമ്പൂരാൻ തമ്പൂരാൻ നല്ലൊരു തമ്പൂരാൻ, ദേശത്തെ കുഞ്ഞു തമ്പൂരാൻ, തമ്പൂരാൻ തമ്പൂരാൻ നല്ലൊരു തമ്പൂരാൻ, ദേശത്തെ കുഞ്ഞു തമ്പൂരാൻ. വർഷങ്ങൾ പലതും കണ്ടുപോയി. മഹാബലി തമ്പുരാൻ വളർന്നു പന്തലിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ആമിനത്താത്തയുടെ കൊച്ചുമകനായ ബഷീറും വളർന്നു പന്തലിച്ചു. ചിങ്ങം കന്നി തുലാ വൃശ്ചികം ധനു മകരം കുംഭം മീനം എന്നല്ലേ? മേടത്തിൽ ഇടവം ഇടവത്തിൽ കർക്കിടം. അതുപോലെ തന്നെ വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. കിടന്നുപോയി ഒരുപാട് കിടക്കേണ്ട. ബഷീർ മഹാലിയും പക്ഷേ ബഷീറിന് മഹാലിയോട് പണ്ടാര കലിപ്പായിരുന്നു. എന്താണ് കാരണം? അതെ, പണ്ടാര കലിപ്പ്. എന്താണ് കാരണം? കാരണം എന്താ നിങ്ങൾക്കറിയണ്ടേ? ആമിനത്താത്ത ചുറ്റ പല അപ്പങ്ങളും നമ്മുടെ മഹാലി തമ്പുരാന് ബഷീർ അറിയാതെ നമ്മുടെ ആമിനത്താത്ത കൊടുക്കുമായിരുന്നു. എല്ലാവരും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഈ പരിപാടി അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ഒറ്റയ്ക്ക് ചുറ്റമായി അത്രയും വലിയ ടൂർണമെന്റോ സഹൃദയ സ്നേഹികളെ. ഇതേ സമയം ആ ഗ്രാമത്തിലെ കോൺട്രാക്ടർ സൂപ്പർ വാമനമേനോൻ തന്റെ മെട്രോ പദ്ധതിയായ കൊച്ചി ടു മാവേലിക്കരയ്ക്ക് വേണ്ടി സ്ഥലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്തിനേറെ പറയുന്നു, തേടിയ വള്ളി ചുറ്റി ആ വള്ളി എടുത്ത് തൊട്ടടുത്ത് കടയിൽ കൊടുത്ത് അതിന് പകരം സോഡ സർവത്തും കുടിച്ച് സൂപ്പർ വാമനൻ വീട് മുന്നോട്ട് നടന്നു. എന്താണാവോ? പറ്റില്ല, ഈ കഥ മുഴുവൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകൂ. അപ്പോൾ നമ്മുടെ ബഷീറിനെ കണ്ടുമുട്ടിയത്. ബഷീറിനോട് നമ്മുടെ വാമനൻ കാര്യം പറഞ്ഞു. ഇത് തന്നെ മഹാലിക്ക് പണി കൊടുക്കാൻ പറ്റിയ അവസരം. ബഷീർ വാമനനോട് പറഞ്ഞു, ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരാളുണ്ട്, എന്ത് ചോദിച്ചാൽ നിറഞ്ഞ മനസ്സോടെ തരുന്ന ആളെ കാണിച്ചു തന്നാൽ എനിക്ക് എന്ത് തരും? നെസ്റ്റോക്കാരന്റെ കീശയിൽ ആകെ ഉണ്ടായിരുന്ന ബുദ്ധ അതെ, നെസ്റ്റോക്കാരന്റെ കീശയിൽ എന്തുണ്ട്? 30 ഉണ്ണിയപ്പം ബഷീർ നേരെ വെച്ച് നീട്ടി. ഉണ്ണിയപ്പത്തിന്റെ ആക്രാന്ത ബുദ്ധ ബഷീർ തന്റെ എല്ലാമെല്ലാമായി ഉച്ച ചങ്ങാതി ഒറ്റിക്കൊടുത്തു. അത് വെറും 30 ഉണ്ണിയപ്പത്തിന്. ഈ ഉണ്ണിയപ്പം മുഴുവൻ ഒറ്റയടിക്കകത്താക്കിയ ബഷീറിന് ഭയങ്കര കുറ്റബോധം, പണ്ടാര കുറ്റബോധം തോന്നി തുടങ്ങിയാൽ എല്ലാം യാന്ത്രികമെന്നല്ലേ? ആ യാന്ത്രിക നിമിഷങ്ങളിൽ അയാൾ മരം തന്നു പാടി, നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ച നീയാണ് മഹാലി, പൊന്ന
മഹാബലി ഒന്നും രണ്ടാണ് നമ്മൾ രണ്ടും ഒന്നാണ് കണ്ടുവന്ന നീയാണ് മഹാബലി മഹാബലി. ഇത് കേട്ട നമ്മുടെ കണ്ടാക്ടർ സൂപ്പർ വാമനമേനോൻ വാടകയ്ക്കെടുത്ത ഒരു വലിയ ജേസിയുമായി മഹാബലിയുടെ അടുത്ത് ചെന്നു. കാര്യം പറഞ്ഞപ്പോൾ എന്താണോ എന്തോ സ്നേഹികളെ, ആ ഇടതു ഭാഗത്ത് നിൽക്കുന്ന കുറച്ച് കുടിയന്മാരുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് അവിടെ ഒഴിവാക്കി തരണമെന്ന് അമ്പല കമ്മിറ്റിക്കാരോട് വിനീതമായി അപേക്ഷിക്കുകയാണ്. അതെ, കാര്യം അവതരിപ്പിച്ച മഹാബലിയോട് എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടപ്പോഴത് JCB വെച്ച് മാറ്റി എടുത്തുകൊള്ളുവാൻ നമ്മുടെ മഹാബലി നമ്മുടെ സൂപ്പർ വാമനമേനോട് പറഞ്ഞു. അനുവാദം കിട്ടിയ വാമനമേനോൻ വലത്തോട്ട് മാറ്റിയപ്പോൾ കൊട്ടാരക്കര കുണ്ടറ കരുനാഗപ്പള്ളി, ഇടത്തോട്ട് മാറ്റിയപ്പോൾ അമ്പലപ്പുഴ ഹരിപ്പാട് ചെങ്ങന്നൂരും. ഇനി ആദ്യം മാറ്റാനുള്ളത് മാവേലി ഇരിക്കുന്ന വീടും സ്ഥലവുമാണ്. പടി പാളിയെന്ന് മാവേലിക്ക് മനസ്സിലായി. നേരെ വഴിയൊന്നുമില്ല, മനസ്സിലാക്കിയ മഹാബലി മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഇത് കേട്ട ഉടനെ JCB എടുത്തുകൊണ്ട് സൂപ്പർ വാമനമേനോൻ മഹാബലിയുടെ നേരെ മാറ്റി മെട്രോ കുഴിയിൽ അഗാധ ഗർഭത്തിലേക്ക് വീണ്ടുകൊണ്ടിരിക്കുന്ന മഹാബലി സൂപ്പർ വാമനമേനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. എന്താണ് ആ കാര്യം? ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് പുറത്തു വരണം എന്ന് പറഞ്ഞു. നടക്കില്ല പോലെ ദിനേശ എന്ന് പറഞ്ഞപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരാൻ അനുവദിക്കുന്നത് നടക്കില്ല. അവസാനം പറയുന്ന മോനെ മഹാബലി പറഞ്ഞു. അവസാനം നമ്മുടെ മഹാബലിക്ക് നമ്മുടെ സൂപ്പർ ബാമൻ പറഞ്ഞു, വർഷത്തിൽ ഒരു പ്രാവശ്യം ഈ നിന്റെ പൊന്നായ ആമിതാത്തയുടെ ഉണ്ണിയൊക്കെ കഴിക്കാൻ കൊന്നോളുന്നു. ഇത് കേട്ട ഉടനെ അഗാധ ഗർത്തത്തിലേക്ക്, ആ മെട്രോ കുഴിയുടെ അഗാധ ഗർത്തത്തിലേക്ക് നമ്മുടെ എല്ലാമായ പൊന്നു മഹാബലി തമ്പുരാൻ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ പാടി, അവനെ